ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നൊന്ന് എൻക്ലക്സ് എക്സാമിനെ പറ്റിയിട്ട് കുറച്ച് പറയാനായിട്ടാണ്. എങ്ങനെയാണ് ഈ എക്സാം പാസ്സാകുന്നത്, അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻക്ലക്സ് എക്സാം എഴുതിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പം ഞാൻ എഴുതുന്നതിന് മുന്നായിട്ട് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നുമില്ലായിരുന്നു. കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നൊരു 14 വർഷത്തോളമൊക്കെ നഴ്സിംഗ് ഒന്ന് പഠിച്ചിറങ്ങിയിട്ട് തന്നെ. അപ്പം ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് നഴ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കോഴ്സ് സെലക്ട് ചെയ്ത അത് പഠിച്ചു. ആ ഒരു ഫീൽഡിൽ തന്നെ മെന്റൽ ഹെൽത്തിലാണ് ഞാൻ പിന്നെ വർക്ക് ചെയ്യണത്. ആ മെന്റൽ ഹെൽത്തുമായിട്ടുള്ള ഒരു പ്രൊഫഷനിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഫാമിലിയായിട്ട് US സെറ്റിൽ ആവാം എന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതുമായിരുന്നു എക്സാം. അപ്പൊ അന്ന് എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒത്തിരി യൂട്യൂബ് വീഡിയോസും ഗൂഗിൾ സെർച്ചും ഒക്കെ ചെയ്തു. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പഠിക്കുന്നത്, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, ഇതിന്റെ എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒത്തിരി ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തപ്പോൾ അധികം അങ്ങോട്ട് ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. എന്നാലും കുറേയൊക്കെ വീഡിയോസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഞാൻ ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഗ്യാപ്പൊക്കെ ഉള്ളത് കാരണം എനിക്ക് ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഞാൻ. കംപ്ലീറ്റ്ലി എല്ലാം ന്യൂ ആയിരുന്നു, എല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ടേംസ് വരെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഇതുപോലെ ഫണ്ടമെന്റൽസ് തൊട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്ന മാർഗം. അപ്പം ഞാനൊരു വിഷ്വൽ ലേണർ ആയതുകൊണ്ട് തന്നെ ഈ നേഴ്സ് ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന അവരുടെ ബിസിനസ്സിൽ അവർ കുറേ ഇതുപോലെ ഫ്ലാഷ് കാർഡ്സ് അടിച്ചിറക്കുന്നുണ്ട്. അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്ക്, ന്യൂ സ്റ്റുഡൻസിന്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം ഞാനത് കണ്ടിട്ട് ഞാനത് ഓർഡർ ചെയ്തത് എങ്ങനെയാണ് ഓരോ കാർഡ് പിരിക്കുന്നത്. ഇപ്പം മദർ ആൻഡ് ബേബി, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ മെഡ് സർച്ച്, അതുപോലെ ഫാർമക്കോളജി, അങ്ങനെ എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ, ഓരോ സെക്ഷൻ്റെയും ഉണ്ട്. അപ്പം ഇതിൽ കാർഡ് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, അതിൻ്റെ ഡെഫിനിഷൻ, പത്തോളജി, സൈൻസ് ആൻഡ് സിംറ്റംസ്, ട്രീറ്റ്മെന്റ്, കോംപ്ലിക്കേഷൻ, ഇങ്ങനെയാണ് ഈ കാർഡ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ആസ് എ ബിഗിനർ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം മറന്നു പോയത് കൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ എൻക്ലക്സ് ഇത് പഠിച്ചുകൊണ്ട് മാത്രം പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ഓൺലൈൻ കോഴ്സ് എടുക്കുകയുണ്ടായി. ആ ഓൺലൈൻ കോഴ്സിൽ അതെനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി. എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആ കോഴ്സിലൂടെയാണ് മനസ്സിലായത്. അപ്പൊ അത് കുറച്ച് നാൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് എക്സാം എഴുതി നോക്കി. പക്ഷെ ഞാൻ തോറ്റുപോയി, എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ് ടൈമിൽ. അപ്പം അതിൽ നിന്ന് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഈ എക്സാമിന് തയ്യാറെടുക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പലരും പല സ്ട്രാറ്റജി യൂസ് ചെയ്തു. അപ്പം ഞാൻ എല്ലാം കേട്ട് കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു. അവരൊക്കെ പല രീതിയിൽ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ റിസോഴ്സസ്, യൂട്യൂബ് ചാനൽ, ഇതൊക്കെ കണ്ടിട്ട് ഫൈനലി ഞാൻ എനിക്ക് പറ്റുമെന്നുള്ള രീതിയിൽ, എനിക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ് സോണ്ടേഴ്സിൻ്റെ എൻക്ലക്സ് RN പ്രിപ്പറേഷൻ എക്സാം. എൻക്ലക്സ് RNന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് സോണ്ടേഴ്സിൻ്റെ. ഇത് നെക്സ്റ്റ് ജനറേഷൻ NGNന്റെ എക്സാം ക്വസ്റ്റ്യൻസും എല്ലാം അടങ്ങിയതാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഓരോ പ്രാവശ്യവും ഇത് പ്രാക്ടീസ് ചെയ്തു. അതായത് ഒരു ദിവസം പ്രൊഫഷണൽ നഴ്സിംഗ്, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് മെഡ് സർജിന്റെ ഓരോ റെസ്പിറേറ്ററി സിസ്റ്റം, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാർഡിയോളജി, അങ്ങനെ ഓരോ ദിവസം ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് പഠിച്ചിട്ട് 3 തവണ ഞാൻ ഈ ടെക്സ്റ്റ് റിവ്യൂ ചെയ്തു. 3 തവണ. അപ്പൊ ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകത്തൊരു പിരമിഡ് വൈസ് ഓരോന്ന് കാണാം. അപ്പൊ അത് നമ്മൾ വായിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കണ്ടോ, ഒരു പിരമിഡ് കണ്ടോ, ഈ പിരമിഡ് നമ്മൾ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ റെഡില് കാണുന്ന ഈ സാധനങ്ങളൊക്കെ വായിക്കണം. അപ്പൊ അങ്ങനെ അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് അങ്ങനെയൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളൊന്ന്
നന്നായിട്ട് വായിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കെപ്ലാൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 30-35 ആ ഒരു ലെവലിലൊക്കെയാണ് എനിക്ക് മാർക്ക് തന്നത്. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഈ സോണ്ടേഴ്സ് കംപ്ലീറ്റ്ലി ഒന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് അടുപ്പിച്ച് ചെയ്ത് നോക്കുമ്പം എനിക്കൊരു 75-80 ഒക്കെ അടുപ്പിച്ചിട്ട് സ്കോർ കിട്ടാൻ തുടങ്ങി. അപ്പം അത് ഇച്ചിരി നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ് എൻക്ലക്സിൻ്റെ. അപ്പം അത് ഒന്ന് നല്ല യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ. കാരണം നമുക്ക് ആ ഒരു ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്ന ഒരു എക്സാമിനേഷനാണ്. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു എക്സാമിനേഷനാണ്. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. കാണാതെ പഠിച്ചുകൊണ്ട് എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. നമുക്ക് ഓരോന്നും സിസ്റ്റം വൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ ഓർഗനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ആ ഡിസീസിന്റെ പത്തോളജി, എങ്ങനെയാണ് ഈ ഡിസീസ് നമ്മുടെ ഓർഗനെ അഫക്റ്റ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്, എന്താണ് സൈൻസ് ആൻഡ് സിംറ്റംസ്, എന്താണ് അതിന്റെ കോംപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഇതിൽ കൊടുക്കുന്ന മെഡിസിൻ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ മെഡിസിൻ പോയി ഈ അസുഖത്തെ കുറയ്ക്കുന്നത്, അതെല്ലാം മെക്കാനിസംസ് നമ്മൾ എങ്ങനെയാണിത് ഡ്രഗിന്റെ പ്രവർത്തനവും എല്ലാം നമ്മൾ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഈ എക്സാം പാസ്സാവാൻ പറ്റുക. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ സോണ്ടേഴ്സ് റീഡ് ചെയ്തു, 3 പ്രാവശ്യം റിവ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കെപ്ലാൻ വാങ്ങിച്ചു, കെപ്ലാൻ വായിച്ചു. അതുപോലെ തന്നെ കെപ്ലാനിലെ ഫാർമക്കോളജി ഉണ്ട്. ഫാർമക്കോളജി കുറച്ചും കൂടെ അവർ ഓർഗനൈസ് ചെയ്തിട്ടാണ് വച്ചേക്കുന്നത്. അപ്പം അത് നല്ല വായിക്കാൻ ഒരു ഭയങ്കര ഒരു നല്ല ഇതാണ്, ഐ ക്യാച്ചിങ് ആണ് അത്. അപ്പം പക്ഷേ കെപ്ലാൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. കെപ്ലാൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഫാർമക്കോളജിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അതിൻ്റെ ബുക്ക് തന്നത്. അപ്പം എനിക്കത് കണ്ടപ്പം തോന്നിയതാണ് സോണ്ടേഴ്സിനെക്കാട്ടിയും കുറച്ചും കൂടെ ചെറുതായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. വായിക്കാൻ നല്ല കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ഈസി ആയിട്ട് ഈ എക്സാം പാസ്സാവത്തില്ല. വളരെ ഹാർഡ് വർക്കിങ്, നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരു സിസ്റ്റം ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫാർമക്കോളജി ആണെങ്കിൽ ഇത് മറന്നു പോകുന്ന ഇതൊക്കെ ആണെങ്കിൽ ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനും ഒക്കെ നമ്മളിങ്ങനെ ഒരാളിനെ വെച്ചോ പിന്നെ അങ്ങനെയൊക്കെ റെഡ്മാൻ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ആ ഒരു മാനിനെ ഓർക്കുകയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നമ്മളൊരു കഥ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. അപ്പം എനിക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ എൻക്ലക്സിന് പ്രിപ്പയർ ആവാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കായിരുന്നു. അതിൽ ഓരോരുത്തരും ഇങ്ങനെ പല ഡേറ്റ് എടുത്ത് പോയി പഠിച്ചു, എക്സാം എഴുതുന്നു, വരുന്നു, കഥ പറയുന്നു, അങ്ങനെ. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ. അപ്പം നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻറ്റിനെ മാത്രമേ ആ ഗ്രൂപ്പിൽ ചേർക്കാവൂ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആക്റ്റീവ് അല്ലാത്ത മെമ്പേഴ്സിനെ കളയുക. അതൊക്കെ നമ്മൾ ചെയ്യാൻ മടിക്കേണ്ടാത്തൊരു കാര്യമാണ്. നമ്മൾ ചെയ്യണം അത് കേട്ടോ. കാര്യം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് ആക്റ്റീവ് അല്ലാത്ത മെമ്പേഴ്സിനെ കളയുക, ആക്റ്റീവായിട്ടിരിക്കുന്ന മെമ്പേഴ്സിനെ കൂടെ ചേർക്കുക. എല്ലാവരും പ്ലാൻ ചെയ്ത് സ്റ്റഡി ടൈം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക. പിന്നെ ഉണ്ടാക്കിയത് ഒരു ടൈം ടേബിളാണ്. ഓരോ ദിവസവും ഓരോ സിസ്റ്റം പഠിക്കുക, 25 അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്, 100, 150 വെച്ചൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. റാഷണൽ വായിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലുതായിട്ടൊന്നും കിട്ടാനില്ല. പക്ഷെ എന്നാൽ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അതെങ്ങനെ ആ ആൻസറിലോട്ട് എത്തി എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കണമെന്നും മനസ്സിലാവും. അല്ലാതെ നമുക്കത് ആ ക്വസ്റ്റ്യൻ നമുക്ക് കാണാതെ പഠിക്കാനോ അത് നമുക്ക് അതേ റാഷണല് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പം ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു മനസ്സിലാക്കാനും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും വേണ്ടി മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം അതുകൊണ്ട് കണ്ടന്റ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക, നല്ലതായിട്ട് ഉറങ്ങുക. കാരണം ഒത്തിരി ഇങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിക്കുക എന്നുള്ള ഒരു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമുക്ക് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ വളരെ ചുരുക്കമാണ്. ആ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുക. അപ്പം ഞാൻ പഠിക്കുകയും ജോലി ചെയ്യുകയും കുട്ടികളെ നോക്കി എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ ഈവനിങ് ആണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് എൻ്റെ വർക്ക് ടൈം വെച്ചേക്കുന്നത്. അപ്പം മോർണിംഗ് ഞാനൊരു 8 മണി കുട്ടികളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണി തൊട്ട് 3 മണി വരെ ഞാൻ പഠിത്തത്തിനായിട്ട് സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. അതിൻ്റെ ഇടയിൽ പാചകം എല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റഡി ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏത് ടൈമാണ് എല്ലാവർക്കും സൗകര്യം എന്ന് വിചാരിച്ചിപ്പം ഇൻ കേസ് ഇപ്പോൾ ഒരാൾ ദിവസം വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും പറ്റുമെന്നൊന്നുമില്ല. അപ്പം എന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ പഠിക്കുക. അറ്റ് ദ സെയിം ടൈം സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവരുമായിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കേട്ടു അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയാണ് അറിഞ്ഞൂടാത്ത കൺസെപ്റ്റ് അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ഒരു ടോപ്പിക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, എൻ്റെ ഗ്രൂപ്പിലിരുന്ന ചിലർക്കൊന്നും ചില കണ്ടീഷൻസ് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്കത് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. അപ്പം ഞാനത് റിപ്പീറ്റ് ചെയ്യും. അതിൻ്റെ മെക്കാനിസവും ഇപ്പൊ പാർക്കിൻസൺസ് ഡിസീസ് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ പത്തോളജി അതെല്ലാം നമ്മൾ പറഞ്ഞു പഠിക്കുക. അപ്പം നമ്മൾ മയാസ്തീനി ഗ്രേവിസ് എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പത്തോളജിയൊക്കെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നതെന്നും ആ മെഡിസിൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ അതേമാതിരി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കും. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് വന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ തനിയാണെങ്കിൽ തനിയെ നമുക്കിരുന്നിട്ട് നമുക്കൊരു നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തനിയെ പഠിപ്പിച്ചല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം, നിനക്ക് ഇത് പത്തോളജി നിനക്കറിയാവോ, അപ്പം അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒക്കെ പഠിച്ചിട്ട് 2ാമത്തെ തവണയാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ ഞാൻ 85 എനിക്ക് കട്ടായത്. കാരണം 150 വരെ നമുക്ക് പോകാമല്ലോ. അപ്പം 85 അതിലും ഞാൻ 4 മണിക്കൂർ എടുത്താണ് 85 ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഭയങ്കര ടഫായിരുന്നു, പക്ഷെ പാസ്സായി. എനിവേ, അപ്പം നമ്മൾ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ എഴുതി എന്നുള്ളത് ഒരു മാറ്ററേ അല്ല. ശരിക്കും ഇവിടെ നമ്മൾ എത്ര തവണ എഴുതി എന്നുള്ളത് ഡസൻ മാറ്റർ. നമുക്ക് ലൈസൻസ് കിട്ടുമ്പം നിങ്ങൾ എത്ര പ്രാവശ്യം 5 പ്രാവശ്യമാണോ എഴുതിയത്, 10 പ്രാവശ്യമാണോ എഴുതിയത്, 20 പ്രാവശ്യമാണോ എഴുതിയത്, ഡസൻ മാറ്റർ. നമ്മൾ ലൈസൻസ്ഡ് നേഴ്സായോ എന്നുള്ളതാണ് അവിടെ മാറ്റർ. അപ്പം നമ്മളിപ്പം ആദ്യത്തെ തവണ എഴുതി തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ 2ാമത്തെ തവണ എഴുതാൻ ഭയങ്കര മടിയായിരിക്കും. നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോവാം. പക്ഷെ അത് നോർമലാണ് നമുക്ക്. പക്ഷെ അത് 1 2 ദിവസം നിങ്ങൾ കരഞ്ഞു തീർക്കുക. പക്ഷെ 3ൻ്റെ അന്ന് മുതൽ നിങ്ങൾ എണീച്ചിരുന്ന് പഠിക്കുക. വീണ്ടും എങ്ങനെ റീപ്ലാൻ ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാം ആയിട്ട് തന്നെ കരുതുക. പഠിക്കാതെ പാസ്സാവത്തില്ല എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം കവർ ചെയ്തതിന് ശേഷം പോയി എക്സാം എഴുതുക. എത്ര തവണ എഴുതി പഠിക്കാതെ പോയി എക്സാം എഴുതാണ്ടിരിക്കുക. പഠിച്ചിട്ട് തന്നെ ഓരോ തവണ പോകുമ്പോഴും ചുമ്മാ പോയി എഴുതാതെ ഓരോ തവണ സോണ്ടേഴ്സ് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ വീട്ടിൽ സപ്പോർട്ട് ഉള്ളവരുണ്ടാകാം, സപ്പോർട്ട് ഇല്ലാത്തവർ ഉണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സ്ട്രെസ് ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഇരുന്നവരിൽ ഒരുപാട് പേര് സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടായിരുന്നു. അവരുടെ വൈഫും ഹസ്ബൻഡ് ആയിക്കോട്ടെ, കൂടെ ഉള്ള ഒരു സ്വന്തക്കാരായിക്കോട്ടെ, എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരും പ്രശ്നക്കാരുമായിരുന്നു. പക്ഷെ നമ്മളെ വിചാരിക്കുക ഇത് നമുക്ക് വേണ്ടിയുള്ള എക്സാമാണ്, നമ്മൾക്ക് വേണ്ടി, നമ്മളാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ലൈസൻസിൽ ഒരു നേഴ്സ് ആവണം എന്നുള്ളത്. അപ്പം അങ്ങനെ മാത്രം ചിന്തിക്കുക, പോയി എക്സാം എഴുതുക. വേറെ ആരെയും നോക്കുക. നമ്മളൊക്കെ ആരെടുത്തും പറയാനോ നമ്മൾ RNI എന്ന് പറയാനോ ഒന്നും അല്ലല്ലോ നമ്മൾ എക്സാം എഴുതുന്നത്. നമുക്ക് വേണ്ടി, നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി, നമ്മൾ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജോലി അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം അങ്ങനെ മാത്രം ചിന്തിക്കുക. അതിൽ കൂടുതൽ ചിന്തിക്കാതിരിക്കുക. പിന്നെ ഓർക്കുക, നമ്മുടെ കൂട്ടുകാർ ജയിച്ചു, അയ്യോ മറ്റൊരു ജയിച്ചു, ഇവർ ജയിച്ചു, ഞാൻ മാത്രം എന്താ ജയിക്കാത്തത്.
കൂട്ടുകാർ നിങ്ങൾ അറിയുന്നില്ല എത്രത്തോളം പഠിക്കുന്നത്. ചിലപ്പം ആ കുട്ടി നിങ്ങളോട് പറയുന്നത് ഒന്നും പഠിക്കണ്ട, ചുമ്മാ പോയി എഴുതിയാൽ മതി എന്നായിരിക്കും പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, ജെനുവിൻ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു എക്സാം പഠിക്കാണ്ട് പാസ്സാവുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധ്യമല്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളവരുണ്ട് ഒന്നും പഠിക്കേണ്ട, ചുമ്മാ പോയി എഴുതിയാൽ മതി കിട്ടുമെന്നൊന്നും. പക്ഷെ ഞാൻ അതൊരിക്കലും അത് എടുത്തിട്ടില്ല സീരിയസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡേ 1 മുതൽ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അതല്ല വാസ്തവം. നന്നായിട്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് ഓരോരുത്തരുടെയും ഒരു സ്മാർട്ട്നെസ്, അവർ ഗോ ത്രൂ ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തരുടെ സക്സസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു രീതിയാണ്, ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കിട്ടാണ്ട് വന്നപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അപ്പം ആ സ്റ്റേറ്റ്മെന്റിൽ പല തരത്തിൽ ഇവർ പറയുന്നുണ്ട് ഏതിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളതെന്ന്. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് 2 കാര്യത്തിലായിരുന്നു വീക്ക്. പ്രയോറിറ്റിയും പിന്നെ ഫണ്ടമെന്റൽസിലും ഞാൻ വീക്കായിരുന്നു. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അത് രണ്ടിലുമായിരുന്നു ഞാൻ ബിലോ പാസ് പോയത്, ബാക്കിയെല്ലാം എബവ് പാസ് ആയിരുന്നു. അപ്പം ആ രണ്ടും ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. ആ സെക്ഷൻ ചൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെയാണ് അടുത്ത വേറൊരു സ്ട്രാറ്റജി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു എക്സാം നമുക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് സമയമെടുക്കും. സമയമെടുത്താണെങ്കിൽ സമയമെടുത്ത് തന്നെ പഠിക്കുക. ഇപ്പൊ എല്ലാവരും ചിലർക്ക് 1 മാസം മതിയായിരിക്കും ഇത് പഠിച്ചെടുക്കാൻ, ചിലർക്ക് 2 മാസം, ചിലർക്ക് 1 വർഷം എടുക്കുമായിരിക്കും ഇത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പം ഓരോരുത്തരും ഡിപ്പെൻസ് ഉണ്ട് അവരുടെ സാഹചര്യങ്ങളും അവരുടെ പഠിക്കാനുള്ള മെറ്റീരിയൽസും അവരുടെ ഐഡിയോളജിയും അവരുടെ ബ്രെയിനിനെയൊക്കെ അനുസരിച്ച് ഓരോന്നും ഡിപ്പെൻസ് ആണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമുക്ക് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാകുകയാണ്, പഠിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.